സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സ്പാർക്ക് ഡേറ്റ ചോർത്തി സന്ദേശങ്ങൾ അയച്ചതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഇനി സന്ദേശങ്ങൾ അയക്കരുതെന്ന് സർക്കാരിന് താക്കീത് നൽകി. സന്ദേശം അയച്ച നടപടി പ്രഥമദൃഷ്ട്യാ തന്നെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എവിടെ നിന്നാണ് സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പറുകളും മറ്റും ലഭിച്ചതെന്നായിരുന്നു ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം. ഇത്തരം വിവരങ്ങൾ മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കില്ലെന്നും അഡ്വക്കേറ്റ് ജനറൽ മറ്റൊരു കേസിനിടെ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമാന സന്ദേശം വരാറുണ്ടെന്നും സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും സർക്കാർ വാദമുന്നയിച്ചു. എന്നാൽ അങ്ങനെയല്ലെന്നും സർക്കാരിൽ നിന്നും ഒരു ഗുണവും പറ്റാത്തവർക്കും സന്ദേശം അയച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആർക്കും ലഭ്യമാകുന്ന വിവരമാണെങ്കിൽ സ്പാർക്കിലുള്ള വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത്? എന്ത് സന്ദേശം അയച്ചു എന്നതിനേക്കാൾ വിവരങ്ങൾ ചോർന്നു എന്നതാണ് കൂടുതൽ ഗൗരവകരം. പ്രഥമദൃഷ്ട്യാ തന്നെ ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്. ഗൗരവകരമായ ആരോപണങ്ങളാണ് ഉയർന്നത്. ഇനി ഹർജി പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെ സമാന വിധത്തിലുള്ള സന്ദേശങ്ങൾ അയക്കില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വകാര്യത ലംഘിച്ചിട്ടില്ലെന്ന് സർക്കാർ ബോധ്യപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. സ്പാർക്ക് ഡേറ്റയുടെ ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. ഹർജിയിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ച് മറുപടി ആവശ്യപ്പെട്ടു. ജനം, കൊച്ചി.